ഹൈബ്രിഡൈസേഷൻ്റെ അടുത്ത ഒരു എക്സാമ്പിളിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനാണ് C2H4. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ C2H4 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത സാധാരണഗതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് ഇതിന് 2 സെൻട്രൽ ആറ്റംസ് ഉണ്ട്. നമ്മൾ ആദ്യം സെൻട്രൽ ആറ്റം എഴുതിയാണല്ലോ തുടങ്ങുന്നത്. നമുക്ക് സെൻട്രൽ ആറ്റം ഒന്ന് എഴുതി നോക്കാം. സെൻട്രൽ ആറ്റം C2H4നെ നമുക്കൊന്ന് റഫായിട്ട് വരച്ച് നോക്കാം. C2H4 എങ്ങനെ എഴുതുന്നത്? 2 കാർബൺ കാണും, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ കാണും. ഇതാണല്ലോ C2H4 എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് എന്തോ ഒരു ബോണ്ടും കാണും, ഇവർക്കിടയ്ക്ക് ഒരു ബോണ്ടും കാണും. ഓക്കെ, നമുക്ക് ഇത്തരം സിറ്റുവേഷനിൽ ഇവിടെ 2 കാർബണുകളാണ് സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത്. ഇത്തരം സിറ്റുവേഷനിൽ നമുക്കിതിനെ 2 ഹാഫാക്കി എടുക്കാം. ഇതൊരു ഹാഫ്, ഇതടുത്ത ഹാഫ്. ഒരു ഹാഫിൽ സെൻട്രൽ ആറ്റം കാർബൺ ആണല്ലോ. ഈ കാർബൺ നമുക്ക് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് എടുക്കാം. സോ നമ്മൾ സെൻട്രൽ ആറ്റം കാർബണായിട്ട് എടുക്കുകയാണ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എങ്ങനെ എഴുതുന്നത്? 1s2 2s2 2p2. ഇത് 1 ഫസ്റ്റ് ഷെൽ, ഇത് 2 സെക്കൻഡ് ഷെൽ, ഇത് 2 സെക്കൻഡ് ഷെൽ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാ? സെക്കൻഡ് ഷെല്ലാണല്ലോ. നമുക്ക് സെക്കൻഡ് ഷെല്ലിനെ ഒന്ന് ഓർബിറ്റൽ നൊട്ടേഷൻ വരച്ച് കാണിക്കാം. S2 2 ഇലക്ട്രോൺസ്. അടുത്ത പിയിലും പിക്ക് 3 കോളംസ് ഉണ്ട്. PX PY PZ, അതിൽ P2. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരച്ചു. എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്തതാണ്. അതുപോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു കാർബൺ എത്ര പേരുമായിട്ട് കമ്പൈൻ ചെയ്യണം എന്ന് നോക്കാം. നോക്കിയേ, ഈ കാർബൺ ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യണം, ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യണം, തൊട്ടപ്പുറത്തെ കാർബണുമായിട്ടും കമ്പൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് കാർബൺ, ഈ കാർബൺ എന്ന് പറയുന്നത് 3 പേരുമായിട്ട് കമ്പൈൻ ചെയ്യാനുണ്ട്. ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യണം, അതേസമയം ഈ ഹൈഡ്രജനുമായിട്ട് തൊട്ടടുത്ത കാർബണുമായിട്ട്, മൊത്തം 3 പേരുമായിട്ട് കമ്പൈൻ ചെയ്യണം. 3 പേരുമായിട്ട് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണമല്ലോ. ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസാണ് ഉള്ളത്? 2 അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള വഴി എന്താ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഇതിൽ നിന്ന് ഒരാളിനെ എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ചാടുന്ന സമയത്ത് നമുക്ക് 3 അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ കിട്ടും. അതിന് പറയുന്ന പേരാണ് കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ നെക്സ്റ്റ് വൺ കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ എഴുതുകയാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 1s വേണ്ട, ഔട്ടർമോസ്റ്റ് അല്ല, 2s മതി. 2s 2 ഇല്ല, 1 അപ്പുറത്തോട്ട് പോയി. അപ്പോൾ എത്രയായി? 2s1. 2sൽ 1. 2p എത്രയായിട്ട് മാറും? 2pയിൽ ഇത് അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇത് എത്രയായി? 2p 3 ആയി മാറി. നമുക്ക് വരച്ച് നോക്കാം. 2p 3. സോ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് എഴുതിയത്. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്ര ഓർബിറ്റൽസാണ് വേണ്ടത്? നോക്കി ഒന്നുകൂടെ നോക്കാം. കാർബൺ 3 പേരുമായിട്ട് ചേരണം. 1 2 3 3 പേരുമായിട്ടാണ് ചേരേണ്ടത്. സോ നമുക്ക് 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് മതി, 3 പേര് മതി. സോ ഇതൊന്ന്, ദെൻ ഇത് 2, ഇത് 3. നമുക്ക് ഈ 3 പേരെ മാത്രം മതി. ഓക്കെ, 3 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. എസ്സിലുള്ള ഒരാൾ, സോ എസ്. പിയിലുള്ള 2 പേര്, P2. സോ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കിട്ടിക്കഴിഞ്ഞു. sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, sp2 എന്ന് പറയുമ്പോൾ എത്ര ഓർബിറ്റൽസാണ് വരുന്നത്? ടോട്ടൽ sp2 എന്ന് പറയുമ്പോൾ ഒരു എസും 2 പിയും, അങ്ങനെ 3 ഓർബിറ്റൽസ് വരും. നമുക്ക് ആ 3 ഓർബിറ്റൽസിനെ വരച്ച് നോക്കാം. ഞാൻ ആദ്യം വരയ്ക്കുന്നത് s ഓർബിറ്റൽ, നെക്സ്റ്റ് വൺ p ഓർബിറ്റൽ, അടുത്തതും p ഓർബിറ്റൽ. ഹൈബ്രിഡ് ഓർബിറ്റൽസ് s ആയാലും p ആയാലും എല്ലാം ഒരേ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇവർ 3 പേരുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പേരെന്താണ്? sp2. ഇത് sp2, ഇത് sp2, ഇതും sp2. അപ്പോൾ sp2 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടി. ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ, ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇനി ഈ 3 പേരും മാക്സിമം ആകുന്നല്ലേ ഇരിക്കുള്ളൂ. നമ്മൾ VSEPR തിയറി പഠിച്ചിട്ടുണ്ടല്ലോ. അവർ റിപ്പൾഷൻ കുറയാൻ വേണ്ടിയിട്ട് മാക്സിമം ആകുന്നിരിക്കും. 3 പേര് മാക്സിമം ആകുന്നുള്ള ഷേപ്പ് നമുക്കറിയാം. ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഇനി ഒരാൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷനാണ് ഇത്രയും ചെയ്തത്. ഇനി ഒരു പകുതി കൂടി ഉണ്ട്. ആ കാർബണിനും CH2 ആണല്ലോ. എന്തായാലും ഈ ഹൈബ്രിഡൈസേഷൻ തന്നെയായിരിക്കും.
സോ നമ്മൾ അടുത്ത കാർബൺ കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷനും സെയിം തന്നെയായിരിക്കും. നമ്മൾ രണ്ടാമത്തെ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരണേ? സെയിം ഇതേപോലെ sp2 ആയിരിക്കും. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരെയും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഈ രണ്ട് ഇത് sp2 ഇത് sp2 ഇവരെ ഒരുമിച്ച് നമുക്കൊന്ന് ചേർത്ത് നോക്കാം. ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. സോ ദിസ് ഈസ് ഓക്കെ. നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഒരു sp2 അടുത്ത sp2 രണ്ട് കാർബണിനെ നമ്മൾ വരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ദെൻ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇനി നമുക്കിവിടെ വരാനുള്ള ആൾക്കാരെ കൊണ്ടുവരാം. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. കാർബൺ ചേരേണ്ടത് ഹൈഡ്രജനുമായിട്ടാണ്. ഹൈഡ്രജൻ ഏത് ഓർബിറ്റിലുള്ള ആളാണ്? എസ് ഓർബിറ്റൽ. അപ്പം എസ് ബ്ലോക്കിലുള്ള ആളുണ്ട്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് എസ് ഓർബിറ്റിലാണല്ലോ. സോ നമുക്ക് ഹൈഡ്രജനെ നമുക്ക് ഇതിൻ്റെ കൊണ്ടുവരാം. ഒരു എസ് ഇത് ഹൈഡ്രജനാണ്. സോ നെക്സ്റ്റ് ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. നമുക്ക് അതിൻ്റെ പേര് കൂടെ കൊടുക്കാം. ഇത് ഹൈഡ്രജൻ. ഓക്കെ, ദെൻ ഇത് രണ്ടും കാർബണാണ്. ഇനിയാണ് നമ്മൾ ഇതിലെ മെയിൻ ഒരു പോയിന്റ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നേരത്തെ നമ്മളതിൻ്റെ ഓർബിറ്റൽ വരച്ചപ്പോൾ ഹൈബ്രിഡൈസേഷൻ എഴുതുന്ന സമയത്ത് ഒരാൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരാളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇയാളെ പറയുന്ന പേരാണ് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഹൈബ്രിഡ് ഓർബിറ്റലിന് നമ്മൾ വരയ്ക്കുന്നത് ഹൈബ്രിഡ് ഓർബിറ്റൽ നമ്മൾ നേരത്തെ വരച്ചാണല്ലോ. എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇങ്ങനെയാണല്ലോ ഹൈബ്രിഡ് ഓർബിറ്റലിനെ വരയ്ക്കുന്നത്. പക്ഷേ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനെ വരയ്ക്കുന്നത് ഈ ഒരു ചെറിയ പോർഷൻ ഇവിടെ മറ്റേതിൻ്റെ അതേ സൈസായിട്ട് വരും. ഇതാണ് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ്. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. സോ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഒരു കാർബണിനുണ്ടല്ലോ. ഇതാ അതേപോലെ തൊട്ടടുത്ത ആളിനും അതുപോലെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കാണുമല്ലോ. ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇങ്ങനെ സൈഡ് വഴി കമ്പൈൻ ചെയ്യും. ഇവരിങ്ങനെ സൈഡും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ എൻ ടു എൻ ടു അല്ലേ, അത് സിഗ്മ. ഇവിടെ എൻ ടു എൻ ടു അല്ലേ, സിഗ്മ. ഇവിടെ സിഗ്മ, ഇവിടെയും സിഗ്മ, ഇവിടെയും സിഗ്മ. അതിനോടൊപ്പം ഒരു പൈ ബോണ്ട് കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഇല്ലേ, അതിന് പറയുന്ന പേരാണ് ഡബിൾ ബോണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. സോ നമുക്ക് എഴുതാവുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചിട്ട് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇതിൽ 2-3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ആദ്യമായിട്ട് തന്നെ ഹൈബ്രിഡൈസേഷനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നമുക്കത് കിട്ടിയതാണ്. ഇതാണ് sp2. ദെൻ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് എന്തെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ട്രൈഗണൽ പ്ലാനാർ, ട്രൈഗണൽ ഷേപ്പ്. ഓക്കെ, അടുത്തതായിട്ട് ബോണ്ട് ആംഗിൾ. ട്രൈഗണൽ പ്ലാനാറിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇങ്ങനെ C2H4 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും.